നമുക്കൊരു ചിക്കൻ നിർവാണ ഉണ്ടാക്കിയാലോ? എല്ലാവരും മീൻ കൊണ്ടുള്ള നിർവാണയൊക്കെയല്ലേ ഉണ്ടാക്കുക, നമുക്ക് ചിക്കൻ കുഴച്ചുണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റാണ്. അതിനാദ്യം ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്താൽ വെക്കണം. അതിന് 2 ടേബിൾ സ്പൂൺ തൈര്, റെഡ് ചില്ലി പൗഡർ, ഗരം മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ഇട്ട് 1 മണിക്കൂറോളം ഒന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് വറുത്തെടുക്കണം. ചെറുതീയിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ വെക്കണം. ഈ വറുക്കാൻ വെക്കുമ്പോൾ നമുക്ക് മറ്റൊരു അടുപ്പിലോട്ട് പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഈ ചിക്കൻ നിർമ്മാണയ്ക്ക് വേണ്ടത്. വേറെ ഒരു ഓയിലും ഒഴിക്കരുത്. വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ച് ചതച്ചത് നമുക്ക് ഈ വെളിച്ചെണ്ണ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് പച്ചമണം മാറിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു സവാള, ഒരു വലിയൊരു സവാള അത് ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ സവാളയും നന്നായിട്ട് വാടണം കേട്ടോ. നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോഴത്തേനും തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കണം. തക്കാളിയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ 2 മാഗി ക്യൂബ്സ്, ചിക്കൻ്റെ മാഗി ക്യൂബ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, മാഗി ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് സോൾട്ടുള്ള മാഗി ക്യൂബ്സാണ്. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് മറിച്ചിടണം. ഇടയ്ക്കൊന്ന് അത് കഴിഞ്ഞിട്ട് മറിച്ചിട്ടതിന് ശേഷം മസാലയ്ക്കുള്ള സവോള നമ്മൾ ഇളക്കി കൊടുക്കണം. അത് നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് പച്ചമണം മാറുന്നോടും വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറു തീയിലിട്ട് മിക്സ് ചെയ്യാവുള്ളൂ. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം, നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കതൊന്ന് തട്ടിപ്പൊത്തി അടച്ചു വെക്കണം. അത് പതുക്കെ ചെറു തീയിലിരുന്ന് നന്നായിട്ട് വരണം. ആ സമയം നമുക്ക് ചിക്കൻ എല്ലാം വറുത്തെടുത്ത് നമുക്കതിലേക്കൊരു വലിയൊരു കുഴിയുള്ളൊരു നോൺ സ്റ്റിക്കർ പാത്രം എടുത്ത് വാഴല വെച്ച് അതിലേക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഇതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ മസാലകളെല്ലാം ഇട്ട് കൊടുക്കണം. മസാലകളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് പരത്തി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നീട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനെ ഓരോ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ആ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ചിക്കൻ്റെ മുകളിലോട്ട് ഇഞ്ചിയും പച്ചമുളകും എല്ലാം നീളത്തിൽ അരിഞ്ഞത് വേണം കേട്ടോ. പച്ചമുളക് നെടുകെ കീറണം, ഇഞ്ചി നീളത്തിൽ വരികണം. അതും അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നീട് ആവശ്യത്തിന് കറിവേപ്പില വേണമെങ്കിൽ നിങ്ങൾക്ക് തൂവാം. പിന്നീട് ഒരു ഫുൾ തേങ്ങയുടെ 1/4 പാലാണ് കേട്ടോ നമ്മൾക്ക് ഇട്ട് കൊടുക്കേണ്ടത്. കാഷ്യൂ നട്ട്സ് ഉള്ളവർക്ക് ഈ തേങ്ങാപ്പാലിൻ്റെ കൂടെ കാഷ്യൂ നട്ട്സും കൂടെ അരച്ച് കൊടുത്താൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും കേട്ടോ. ഈ തേങ്ങാപ്പാലിന് നല്ല തിക്ക് ഗ്രേവി കിട്ടും. കാഷ്യൂ നട്ട് ആകുമ്പോൾ ഇച്ചിരി കുറച്ചും കൂടെ നമുക്ക് തിക്നെസ് കിട്ടും. പിന്നീട് നമുക്ക് ടൊമാറ്റോ വട്ടത്തിൽ അരിഞ്ഞതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് ഒരു മീഡിയം സൈസ് ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് തിള വരാൻ വെക്കണം. അതിങ്ങോട്ട് മൂടി അങ്ങ് തുറന്ന് കഴിയുമ്പോൾ ഒരു മണമുണ്ട്, വാഴയുടെ മണവും തേങ്ങാപ്പാലും എല്ലാം കൂടെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഒരു മണമുണ്ട്. എന്ത് ടേസ്റ്റാണെന്നറിയാമോ ഇത്. അപ്പോൾ ഞങ്ങളുടെ അങ്ങനെ നമ്മുടെ ചിക്കൻ നിർവ്വാണ റെഡിയായി. വീഡിയോ കാണുന്നവർ ഞങ്ങളെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അന്ന് എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ചൂടൻ ബെറോട്ട ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ ഒന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ചിക്കൻ നിർവ്വാണ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഞങ്ങളെ അറിയിക്കുക. താങ്ക്